സ്വന്തം കാര്യമൊക്കെ നോക്കി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഇന്ന് ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കും. 12 പേരെയും യേശു കൃത്യമായൊരു ഫോർമേഷനിലൂടെ 3 വർഷം കൊണ്ടുപോയി. എന്നിട്ട് അതിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ബെറ്ററായത് പത്രോസാണെന്ന് തോന്നിയുകൊണ്ട് പത്രോസിന് സഭയുടെ താക്കോൽ കൊടുത്തു. നീയാണ് ഇനി ഈ കുഞ്ഞാടുകളൊക്കെ മേയ്ക്കേണ്ടത്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഈ അധികാരം കൊടുക്കുമ്പോൾ പത്രോസിന് സന്തോഷിക്കാൻ 100 കാരണങ്ങളുണ്ട്. സഭയുടെ 1ാമത്തെ പാപ്പയാണ്, സഭയുടെ ഇനി പരമാധ്യക്ഷനാണ്, ഇനി ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ആഗ്രഹപ്പെടാനും ചിന്തിക്കാനും സന്തോഷിക്കാനും 100 കാരണങ്ങൾ പത്രോസിനുണ്ട്. അങ്ങനെ പത്രോസ് നിൽക്കുമ്പോഴാണ് പത്രോസിന് ഇതൊന്നും ചിന്തിക്കാതെ വേറൊരു ചിന്ത മനസ്സിൽ വരുന്നത്. പത്രോസ് നോക്കുമ്പോൾ അവൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന മറ്റൊരു ശിഷ്യനുണ്ട്, അല്ലെങ്കിൽ അവൻ സ്നേഹിച്ചിരുന്ന മറ്റൊരു ശിഷ്യൻ അവിടെ ഉണ്ട്. അത് യോഹന്നാനാണ്. പത്രോസ് അപ്പോഴും ആകുലപ്പെടുകയാണ്. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചെങ്കിൽ ഇതിനേക്കാൾ എന്തോ ഒന്ന് യോഹന്നാന് കരുതി വെച്ചിരിക്കത്തില്ലേ? അതുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവ്, ഇവൻ്റെ കാര്യം എന്താണ്? എനിക്കിതൊക്കെ നീ തന്നു ഇരിക്കട്ടെ, പിന്നെ അവനെന്താ കൊടുക്കാൻ പോണേ? അവൻ്റെ കാര്യം എന്താണ്? കർത്താവിന് കേൾക്കുമ്പോൾ ഒത്തിരി ദേഷ്യം വന്ന് കാണും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തിരിച്ചു വരുന്നവരെ അവനിവിടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിനക്കെന്താടാ? ഈ ഒരു ചോദ്യം തന്നെയാണ് വളരെ കൃത്യമായിട്ട് യേശു ചോദിച്ചത്. നീ നിൻ്റെ കാര്യം നോക്ക്, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പ്രിയമുള്ളവരെ, ഇതൊരു പാഠമാണ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ ടൈമിലും സ്പേസിലും നല്ല കുറേ അറ്റ്മോസ്ഫിയർ ഉണ്ട്. നല്ല പാരൻസ്, നല്ല സഹോദരങ്ങൾ, നല്ല അറ്റ്മോസ്ഫിയർ, നല്ലൊരു ജോലി, നല്ല കുറേ ബന്ധങ്ങൾ, ഇങ്ങനെ കുറേ നമുക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മളിൽ സാറ്റിസ്ഫൈഡ് ആകില്ല. നമ്മളപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവനെ കുറിച്ചാണ്. അവനതൊക്കെ ഉണ്ടല്ലോ, ഇവനിതൊക്കെ ഉണ്ടല്ലോ, ഒരു കമ്പാരിസൺ. അങ്ങനെ മറ്റുള്ളവനെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ കർത്താവ് പറയും, നിനക്കെന്താടാ? നിനക്ക് കിട്ടിയില്ലേ? ഏറ്റവും നല്ലത് നിനക്ക് ഞാൻ തന്നില്ലേ? നിൻ്റെ കാര്യത്തിൽ സന്തുഷ്ടനാകും. ഇത് ഗോസ്പൽ നമുക്ക് നൽകുന്ന വെളിച്ചം അതാണ്. മറ്റുള്ളവരെക്കുറിച്ച് എന്തിനാ ആവശ്യമില്ലാതെ ആകുലപ്പെടുന്നത്? നീ നിൻ്റെ കാര്യം നോക്ക്. നിനക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ളത് തന്നെയാണ് നിൻ്റെ ദൈവം നിനക്ക് തന്നിട്ടുള്ളത്. പിന്നെ എന്തിനാ ഇപ്പോഴും നീ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റനാൽ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ. ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷാകരൻ താങ്ങും തണലുമായി. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും.
നൽകുന്നു എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റനാൽ ശാരോനിൻ പനീനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ മഹിമയിൽ ഞാൻ കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കും അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ ശാരോനിൻ പനീനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റനാൽ ശാരോനിൻ പനീനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദര